ഇപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ട്വന്റീസിലൊക്കെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് ഡോക്യുമെന്റ് ചെയ്യായിരുന്നു എന്ന്. അതായത് എൻ്റെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരുടെയും നമ്മൾ പോയ സ്ഥലങ്ങളിലെയും. 22 എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ബൈക്കിൽ ഞാൻ ഓൾ ഇന്ത്യ റൈഡ് ചെയ്തിരുന്നു. പക്ഷേ ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലും ഇപ്പോഴും. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആ ഒരു ഡോക്യുമെന്റേഷൻ ശരിക്കും മിസ്സായി. ഇപ്പോഴാണ് ഡോക്യുമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ തന്നെ വീഡിയോസും കൂടുതൽ ഫോട്ടോസും ഒക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പലപ്പോഴും ആലോചിക്കില്ലേ. അതുപോലെ തന്നെ ഞാൻ പണ്ടത്തെ കാര്യമല്ലാവരാണ്, ആ ഫോട്ടോസ് പിന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ ട്വന്റീസിലെ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ മിസ് ചെയ്ത കാര്യങ്ങളും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൈഫിന്റെ വീഡിയോ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഡോക്യുമെന്റേഷൻ ഒരു ആർക്കൈവ് മാതിരി, അതെനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. ഇന്നത്തെ ഈ ഡിജിറ്റൽ നമ്മുടെ ഈ ജനറേഷനിൽ നമുക്ക് എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഇപ്പൊ പോലും എനിക്കിങ്ങനെ സംസാരിച്ച് ആരോട് വേണമെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ആരാണ് കേൾക്കാൻ പോകുന്നത്, ആരെങ്കിലും കേൾക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ കോളേജിലെ ടൈം, അതിന് മുമ്പുണ്ടായിരുന്ന ടൈം, ആ ഒരു ഗ്യാപ്പ്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയം, മ്യൂസിക് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന സമയം, ട്രാവൽ ചെയ്ത സമയം, അതൊന്നും ഞാൻ ഡോക്യുമെന്റ് ചെയ്തില്ല. അതിൻ്റെയൊക്കെ മെമ്മറീസ് മാത്രം തലയുടെ അകത്ത് മാത്രമേ ഉള്ളൂ. സോ ഐ വിഷ്. ചിലർക്ക് നല്ല ഭാഗ്യമായിരിക്കും, അതായത് ചെറുപ്പത്തിലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഏത് കരിയർ പാത്തിലാണ് നമ്മൾ ലൈഫിന് ഇനി ഏത് സ്ട്രീമിലാണ് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഓൾറെഡി അറിയാം, അല്ലെ? എനിക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്നായിരുന്നു. പക്ഷെ ആ ഒരു കരിയർ പാത്ത് അങ്ങനെ ഒരു കൺവെൻഷണൽ ഇന്ത്യൻ കരിയർ പാത്ത് അല്ലല്ലോ. സോ അതും കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടും എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിലെങ്കിലും ഏത് കരിയർ പാത്തിലാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നത്, ഒരു ജോലിക്ക് പോയി ജീവിക്കുന്ന ആളുടെ, ഒരു സാധാരണക്കാരന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷൻ ആ ടൈമിലെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും പെർസ്യൂ ചെയ്യാം. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നത് കൊണ്ടല്ല, ഫാമിലി വൈസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടല്ല, എൻ്റെ തന്നെ റോങ് ചോയ്സസ്, വിഷസ്, കാൽക്കുലേഷൻസ്, ഫാന്റസീസ്, അതൊക്കെയായിരുന്നു അതിന്റെ മെയിൻ കാര്യം. സോ ഏർലി ട്വന്റീസിലൊക്കെ ഉള്ളവർക്ക് ബിഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഫിക്സ്ഡ് കാൽക്കുലേഷൻ, ഇന്ന് ചാറ്റ് ജി പി ടിയും ക്ലോഡും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും കൺക്ലൂഷൻസിലെത്താനും, എന്താ പറയാ, വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാനും നല്ല കറക്റ്റ് ആൻസേഴ്സ് കിട്ടാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികമുണ്ട്. എനിക്കങ്ങനെ എൻ്റെ ഗ്രാജുവേഷൻ ടൈമിലൊന്നും ചാറ്റ് ജി പി ടിയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഗൂഗിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ എന്റെ ട്വന്റീസിൽ ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഏത് ഫീൽഡിലേക്കായിരുന്നു പോകേണ്ടിരുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇപ്പോ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങി ക്യാമറയൊക്കെ മേടിച്ച് ആ ഒരു സെറ്റപ്പിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നാച്ചുറലിസ്റ്റ് അങ്ങനെ ഒരു ഫീൽഡിലേക്ക്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഔട്ട് ഓഫ് വർക്ക് സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറ്റി പഠിക്കാനും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇപ്പോ ഏറ്റവും ചെറിയ കാര്യങ്ങൾ, ഈ ഒരു ഫെദർ ഇല്ലേ, എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു ബ്ലാക്ക് കൈറ്റിന്റെ ജുവനലിന്റെ എന്തെങ്കിലും ഫെദർ ആയിരിക്കും. സോ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനോടുള്ള ക്യൂരിയോസിറ്റിയും കുറച്ച് കൂടുതലാണ്. സോ ബട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡേ അതല്ല. എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ വേറൊരു അബദ്ധമാണ് അധികം ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്ത് പോയി എൻജോയ് ചെയ്യാണ്ടിരുന്നത്. ഞാൻ കൂടുതലും ഒരു അന്തർമുഖൻ ടൈപ്പായിരുന്നു, ഒരു ഇൻട്രോവേർട്ടഡ് ടൈപ്പായിരുന്നു. ആ വേർഡ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പൊ സുധനായാലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറെ പേര്, ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ വിളിക്കുമ്പോൾ ഞാനില്ല എന്നും പറഞ്ഞ് ഷൈ ആയിട്ട് വെറുതെ റൂമിലിരുന്ന സമയം. അതും
അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു, അതായത് സോഷ്യലൈസ് ചെയ്യാൻ. സോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണ് സത്യം പറഞ്ഞാൽ അതിന് ബെസ്റ്റ്. കാരണം വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ്, നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ ആ ടൈമിലെ റിലേഷൻഷിപ്പുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതൊരു വർക്ക് റിലേറ്റഡ് റിലേഷൻഷിപ്പ് മാത്രമായിട്ടാ കൂടുതൽ മുമ്പോട്ട് പോകുള്ളൂ. ആ ഒരു കാര്യം എനിക്ക് ശരിക്കും മിസ്സായിട്ടുണ്ട് ലൈഫിൽ. കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യുക, ആൾക്കാരെ മീറ്റ് ചെയ്യുക. അന്നൊക്കെ വിചാരിച്ചിരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഇപ്പോൾ ആണ് ഹൈൻസൈറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, അല്ല, നമ്മൾ കൂടുതൽ ആൾക്കാരെ കാണുന്നതോറും അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിനൊരു ലിമിറ്റ് ഇല്ലേ? എൻ്റെ ആ ഒരു ലിമിറ്റ് വിട്ടുപോയി ആ സമയത്തൊക്കെ. കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ടൈപ്പായി പോയി. അതിന് ഒരു കാരണമുണ്ട്. കോളേജിൽ വെച്ച് എൻ്റെ ഉള്ളിൽ തന്നെ ഫാൻറ്റസി കൂടെ സംഭവിച്ചൊരു കാര്യമാണ്. അതിന്നും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത് വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ടൈം കുറെ വേസ്റ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗും എൻ്റെ അകത്തുണ്ട്. സോഷ്യലൈസേഷൻ ഒരു സോഷ്യൽ ആനിമൽ അല്ലെങ്കിൽ ക്രിയേച്ചറായ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. എനിക്ക് പറ്റിയ വേറൊരു മിസ്റ്റേക്കാണ് കൂടുതൽ സമയം ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. ഞാൻ ടോക്സിക് എന്ന് ഉദ്ദേശിച്ചത് മറ്റൊരാൾ ചീത്തയായതുകൊണ്ടോ അയാള് റോങ് ആയിരുന്നത് കൊണ്ടോ ഒന്നുമല്ല. കമ്പൈൻഡ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്, അത് മനസ്സിലാക്കിയിട്ടും കടിച്ചു തൂങ്ങി കിടക്കുവോ അതോ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തിറങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉള്ളിലുള്ളൊരു പേടിയും കൊണ്ട് അതിൽ തന്നെ നിന്നു. അത് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ്. എൻ്റെ 2 വർഷം, 2.5 to 3 വർഷം എനിക്ക് തോന്നുന്നു അങ്ങനെ പോയതാണ്. അത് ഒരു ലെസൺ ആണെന്ന് എനിക്ക് പറയാം. പക്ഷെ നമ്മുടെ ആ സമയം അങ്ങനെ പോയി. മെന്റൽ ഹെൽത്തും അതുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടല്ലോ. സോ ആ ഒരു സ്റ്റേജിൽ കൂടി പലരും കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ അവരോട് ഈ ഒരു കാര്യത്തിൽ ഞാനൊരു പ്രീച്ചറല്ല, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യ് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിൽ കൂടി കടന്നു പോയ ഒരാളായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി മൂന്നാമതൊരാളോട് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, പുറത്തിറങ്ങാൻ, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. അതിപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളോട് ചെയ്തു എന്നൊന്നുമില്ല, അല്ലേ? സോ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രണ്ടുപേർക്ക് തമ്മിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത്, അത് പറ്റില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. പുറത്തേക്ക് വരണം. ബട്ട് അത് ഈസി അല്ല എന്ന് എനിക്കറിയാം. കാരണം ആ മെന്റൽ പ്രഷർ നമുക്ക് വേറെ ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടോക്സിസിറ്റി, അത് ഞാൻ ശരിക്കും പഠിച്ചൊരു പാഠമാണ്. സോ ഇനി ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനെ വന്നാൽ പോലും അതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങണം എന്നുള്ളത് എനിക്ക് പഠിക്കേണ്ടി വന്നു. സോ ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക് ആയിട്ട്. ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ കൂടെ തന്നെ ചേർത്ത് വെച്ച് പറയാവുന്ന ഒരു കാര്യമാണ് ടോക്സിക് ആയിട്ടുള്ള ജോബ്സ്. സാലറിക്ക് വേണ്ടിയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന സമയം, അതായത് എനിക്കൊരു ജോലി വേണം, പക്ഷെ ഇവിടെ എനിക്ക് ഒട്ടും വയ്യ. ഒന്നെങ്കിൽ മാനേജറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, മിസ്റ്റേക്സ് ആഫ്റ്റർ മിസ്റ്റേക്സ് ആഫ്റ്റർ മിസ്റ്റേക്സ്, വീണ്ടും അവിടെ തന്നെ നിൽക്കുക. അതും എനിക്ക് പറ്റിയൊരു തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയണത്. ഞാൻ ആരോടും ഇങ്ങനെ ചെയ്യരുതെന്നോ ചെയ്യണം എന്നല്ല പറയണത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയണത്. ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് കമ്പനിയാണെന്നോ ഒന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല. ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ് വേറെ വേറെ അല്ലേ. എൻ്റെ കൂടെ ഇതേ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ അതേ ഓർഗനൈസേഷൻസിൽ തന്നെ പല പല ലെവലിലേക്ക് പോയിട്ടുണ്ട്. അവർ നല്ല സ്മാർട്ടായിട്ടുള്ളവരായിരുന്നു. എങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യണം, നമ്മുടെ സ്വഭാവം തന്നെ മാറ്റണം എന്നൊക്കെ അറിയാവുന്നവരായിരുന്നു. എനിക്ക് ആ ഒരു സ്കിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഒരു സ്കില്ലില്ല. ഇങ്ങനെ തന്നെ ഇരിക്കാൻ എനിക്കറിയുള്ളൂ. സോ
ടോക്സിക് റിലേഷൻഷിപ്പ് പോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ടോക്സിക് എൻവയോൺമെന്റിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അതും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് അന്നും ഇന്നും പേഴ്സണൽ ഫൈനാൻസ് ആണ്. ഒരിക്കലും ഞാൻ ആ ഒരു ലെസൺ ഇപ്പോഴും പഠിച്ചിട്ടില്ല. അത് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ അവെയർ ആണ് അതിനെപ്പറ്റി. പക്ഷെ ഇപ്പോഴും എനിക്ക് അതിനകത്ത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 20s എനിക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് ജനറൽ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം മലയാള മനോരമയിൽ മറ്റേ സൂചിക എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ കാണിക്കുമായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എന്താണെന്ന് പഠിക്കാൻ ഒരു മോട്ടിവേഷനോ ഞാനൊരു ഇൻതൂസിയാസോ ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫൈനാൻസ് വർക്ക് ചെയ്തു തുടങ്ങിയപ്പോഴും പൈസ സേവ് ചെയ്യണമെന്നോ എന്നോ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് അമ്മ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി സേവ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, അതേ ഉള്ളൂ. ഞാനായിട്ട് പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്, ഇത്രയും വൈകിട്ട്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പേഴ്സണൽ ഫൈനാൻസ് എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ആണ്. എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ അലോട്ട് ചെയ്യണം, എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, അതൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഐ വിഷ് ഇൻ മൈ 20s ഐ ഹാഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്. ലവ് അല്ലെങ്കിൽ പ്രണയം അങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തി. അതായത് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആയിരിക്കും, അല്ലേ? നമുക്കറിയില്ല മറ്റൊരാൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ സാധനത്തിനെ പറ്റി. ബട്ട് ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ റിലേഷൻഷിപ്പിലും എല്ലാം ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. തുടക്കത്തിലെ ആ ഒരു സ്റ്റേജ്, നമ്മൾ പ്രണയം എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ വിളിക്കുന്ന ആ സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും കണ്ടീഷൻസിലും മാത്രമാണ്. അതായത് ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു പ്രോബ്ലം. അതോടുകൂടി എല്ലാം തകിടം മറിയും. സോ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ചും പ്രീച്ച് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം, നമുക്ക് അങ്ങനെ ഒരാളോട് അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു ഒബ്സഷൻ അല്ല, ആ ഒരു ഫീലിംഗ് തോന്നിയാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് എങ്കിലും ചെയ്യാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് യൂഷ്വൽ കാര്യങ്ങളിലോട്ടൊന്നും പോകണം എന്നില്ലല്ലോ. മറ്റൊരാൾ നോ പറയുകയാണെങ്കിൽ നോ, തീർന്നു. ബട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് റിഗ്രറ്റ്, ഒരു ബ്ലാക്ക് ക്ലൗഡായിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും ചിലപ്പോൾ ഗിറ്റാറുകളായിട്ടോ ബുക്സ് ആയിട്ടോ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആയിട്ട് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. സോ ആ ഒരു കൺഫെഷൻ എപ്പോഴും നല്ലതായിരിക്കും. കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ ഒരു ഐഡിയ, ഒരു പൊട്ടത്തരം ഐഡിയ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തോന്നിയാൽ പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ദാറ്റ് വി വിൽ ബി ഇൻ ലവ് ഫോർ എവർ. ബട്ട് അതൊരു മണ്ടൻ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ടു കൺഫസ് ഇറ്റ്.